പീപ്പിൾ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുന്നുണ്ടല്ലോ, കാണിച്ചു തരാം. ഇവിടെ ട്രെയിൻ അവസാനിക്കും. ലിറ്ററലി സ്റ്റോപ്പ് ഹിയർ. രാമേശ്വരം. രാമനും ഈശ്വരനും ചേർന്നിട്ടാണ് രാമേശ്വരം എന്ന പേര് വന്നത്. മധുരയ്ക്ക് ശേഷം ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നതുകൊണ്ട് എവിടെ എപ്പോൾ എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ഒഴികെ, ധനുഷ്കോടിയിലെ സൺസെറ്റ്. അതായിരുന്നു ഞങ്ങളുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് മധുര ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 4:45 രാമേശ്വരം എത്തുന്ന ട്രെയിൻ നമ്പർ 56-713 മധുരൈ രാമേശ്വരം പാസഞ്ചറിലാണ് ഞങ്ങൾ രാമേശ്വരത്തോട്ട് പോയത്. വൈകിട്ടെത്തുന്നത് കൊണ്ട് തന്നെ സൺസെറ്റ് മിസ്സാവുമോ എന്നുള്ള ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. റെഡിറ്റിൽ നോക്കിയ സമയത്ത് വൈകിട്ട് 5 മണിക്ക് ശേഷം ലോക്കൽസിനെ അല്ലാണ്ട് പബ്ലിക് ബസ്സിൽ കയറ്റില്ല എന്നൊക്കെ കണ്ടു. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കടലയും ചിപ്സൊക്കെ ആയിട്ട് ഒരക്ക വന്നത്. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കടലൊക്കെ വാങ്ങി കഴിച്ചു. ഈ ട്രെയിൻ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. പാമ്പൻ പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടൽപ്പാലത്തിൻ്റെ മുകളിലൂടെ. മണ്ടമ്മ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് പാമ്പൻ പാലം വരിക എന്ന് കടല വെക്കുന്ന അക്ക പറഞ്ഞു തന്നതുകൊണ്ട് അത് മിസ്സായില്ല. സൺസെറ്റ് സമയത്തിനോട് അടുത്തതുകൊണ്ടായിരിക്കണം കടലിനൊക്കെ എന്തൊരു ഭംഗിയാണ്. പിന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം, ഈ പാലത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയുടെ ഒരു ചെറിയ ഭാഗം കാണാൻ പറ്റും. ശരിക്കും പറ്റും. ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു രാമേശ്വരത്ത് എത്തി. ട്രെയിൻ ഇറങ്ങി നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ധനുഷ്കോടിയിലോട്ട് പോകാനുള്ള ബസ് കിട്ടും. തൊട്ടടുത്തുള്ള പോലീസുകാരനോട് ചോദിച്ചപ്പോഴാണ് റെഡിറ്റിൽ പറഞ്ഞത് ശരിയാണോ എന്ന് ചെറിയ രീതിയിലെങ്കിലും സംശയിച്ചു പോയത്. 4:45 ശേഷം ധനുഷ്കോടിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന ഫുൾ ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ മുന്നിൽ ഈ ഒരു മുത്തശ്ശൻ വന്നത്. ഫുൾ മോട്ടിവേഷൻ ആയിരുന്നു ആള്. ഇനി 2 ബസ് മാത്രമേ ധനുഷ്കോടിയിലോട്ട് ഉള്ളൂ എന്നും അവസാനത്തെ ബസ് 6:30 തിരിച്ചു വരും എന്നൊക്കെ ആൾ പറഞ്ഞു തന്നു. 30 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് ബസ് കയറി. ഞങ്ങൾ 2 പേരും മാത്രമേ ആ ബസ്സിൽ ട്രാവലറായിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് എന്നുള്ള ഹോപ്പ് തീരെ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ധനുഷ്കോടിയിൽ കിട്ടിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റാണ്. മാത്രമല്ല അതിന് കോംപ്ലിമെൻ്ററി ഇന്ത്യൻ ഓഷ്യൻ നിന്നുള്ളൊരു കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം കാറ്റ്. എനിക്കൊരു ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് അവസാനിക്കാൻ ഒരു സൺസെറ്റ് കണ്ടാൽ മതി. അതുകൊണ്ടായിരിക്കണം പണ്ടെപ്പോഴോ മാറ്റി വെച്ച ഊട്ടി ട്രിപ്പിനെ കുറിച്ച് എനിക്കൊരു ചിന്ത വന്നത്. പിന്നെ കൂടുതലൊരു ട്രാവൽ ബഡിയും കൂടെ സെറ്റ് ആയതുകൊണ്ട് ഒന്നും ചിന്തിക്കാനില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ ഊട്ടിയിൽ നിന്ന് സെറ്റ് ചെയ്തു. അങ്ങനെ അവസാനത്തെ ബസ്സിൽ ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരത്തോട്ട് വന്നു. രാമേശ്വരം ടൗണിൽ തന്നെയാണ് രാമനാഥ സ്വാമി ടെമ്പിൾ ഉള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയ അമ്പലങ്ങളിലെ ആർക്കിടെക്ചർ വെച്ച് നോക്കുമ്പോൾ തഞ്ചാവൂരിലെ ബൃഹദേശ്വര അമ്പലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു അമ്പലത്തിനോടാണ്. 1212 തൂണുകളുള്ള ഈ ഒരു അമ്പലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വരാന്ത ഉള്ള ഒരു അമ്പലം കൂടെയാണ്. രാത്രിയിലെ ഡിന്നറിനൊക്കെ ശേഷം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ നടന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തൊരു പാട്ടിലായിട്ട് ഊട്ടി വിശേഷങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ അതുവരേക്കും മകിഴ്ച.